ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു 4 മണി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്നാക്സാണ്. എല്ലാവരും ഇപ്പോൾ സിമ്പിൾ സ്നാക്സിന് പുറകെയാണല്ലോ. അപ്പോൾ നമുക്ക് തീരെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അതിന് നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ ബേബി പൊട്ടറ്റോസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ കൂടുതൽ വേവിച്ചെടുക്കണം. എന്നാലാണ് നമുക്കത് നല്ലപോലെ ഉടച്ചെടുക്കാനുള്ളതാണ്. കട്ടയൊന്നുമില്ല, അത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ഉടച്ചെടുക്കുക. ഇപ്പം മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കണമെന്നില്ല, ജസ്റ്റ് കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഉരുളക്കിഴങ്ങ് ഉടച്ചതിന് ജസ്റ്റ് 1 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അരിപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ, പക്ഷേ എന്നാലും കോൺഫ്ലോർ ചേർത്താലാണുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, എന്നാലാണ് ഒരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിന് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഒരു എരിയോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുമ്പോഴേ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു കളറ് കിട്ടും. ഇതിപ്പോൾ കളറും ഉണ്ട്, എരിവും ഉള്ള ടൈപ്പ് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ടൈപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇട്ടെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, ഒരു മൈൽഡ് എരി ആണെങ്കിൽ ഇത്രയും തന്നെ മതിയാവും. കുറച്ച് ചിക്കൻ മസാല, ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇനി ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോറും മസാലപ്പൊടികളും എല്ലാം കൂടെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൽ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് മല്ലിയില കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എണ്ണ, ഒരു 2-3 തുള്ളി എണ്ണയും കൂടി ഇട്ടിട്ട് അതൊന്ന് മയപ്പെടുത്തി എടുക്കാനാണ് കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അതിന് ആ ഒരു വലിയ ആയിരിക്കുമല്ലോ, അതിനെ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടൊരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ നീളത്തിന് സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏത് ഷേപ്പിന് വേണോ എടുക്കാം, ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പിന് ഇഷ്ടമുള്ള ഷേപ്പിന് എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഇവിടെ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്കിപ്പോൾ നമ്മൾ നീളത്തിന് കട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ഷേപ്പിൽ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാം ചെയ്ത് നോക്കുക.